ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 9ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് കെമിസ്ട്രി ആയിരുന്നു എക്സാം. അപ്പോൾ കെമിസ്ട്രിയുടെ ആൻസർ കീ, അതായത് 2023-24 വർഷത്തിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ കെമിസ്ട്രി ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 4 questions from 1 to 5 ഈച്ച് ക്യാരി 1 സ്കോർ. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിലേതാണ് ഓഡ് 1? അപ്പോൾ ഏതൊക്കെയാണ്? ആർഗണ്, നിയോണ്, ക്രിപ്റ്റോണ്, ഹീലിയം. അപ്പോൾ ഇതിൽ ഓഡ് 1 ഔട്ട് എന്ന് പറഞ്ഞത് ഏതാണ്? ഹീലിയം ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ABCD. അപ്പോൾ ഈ ABCDയിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ, ആറ്റം ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. അപ്പോൾ 1 ട്രൂ ആണ്, അപ്പോൾ അതല്ല. ദെൻ രണ്ടാമത്തെ B എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ ട്രൂ. ദെൻ മൂന്നാമത്തെ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ട്രൂ. ദെൻ നാലാമത്തെ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് B ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓക്സൈഡ്സ് ഹാവ് നോ ആസിഡിക് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ ആസിഡിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ഓക്സൈഡ് ഏതാണ്? NO2, CO2, H2O, SO2. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? H2O ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ സ്യൂട്ടബിളി. അപ്പോൾ സോഡിയം എന്താ? സോഡിയം ഒരു മെറ്റലാണ്. അങ്ങനെയാണെങ്കിൽ ജെർമാനിയം എന്താണ്? ജെർമാനിയം എന്താണ്? മെറ്റലോയിഡ്സ്. ജെർമാനിയം മെറ്റലോയിഡ്സ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്സിഡേഷൻ റെഫേഴ്സ് ടു റിയാക്ഷൻ ഇൻവോൾവിങ് എന്താണ്? ലോസ് ഓഫ് പ്രോട്ടോൺ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോൺ, ഗെയിൻ ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിഡേഷൻ റെഫേഴ്സ് ടു റിയാക്ഷൻ ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺ. C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 questions from 6 to 10 ഈച്ച് ക്യാരി 2 scores. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പോൾ ആറാമത്തെ ചോദ്യം നോക്കാം. Lanthanoids and actinoids belongs to the 6th and 7th periods respectively of the period table. These elements are together known as. അപ്പോൾ ഈ എലമെൻസിന് ടുഗെദർ ആയി പറയുന്ന പേരെന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദം ഈസ് നോൺ ആസ് റെയർ എർത്ത്. അപ്പോൾ ഇതിൽ ഏതിനെയാണ് റെയർ എർത്ത് എന്ന് വിളിക്കുന്നത്? ഏതാണ്? ലാന്തനോയിഡ്സ്. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം. മാസ് നമ്പർ ഓഫ് എൻ ആറ്റം ഈസ് 31. There are 50 positively charged particles in its nucleus. Write the electronic configuration of this atom. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? 2, 8, 5. ഇനി നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ, ഹൗ മെനി ന്യൂട്രോൺസ് ആർ ദർ ഇൻ ദിസ് ആറ്റം. അപ്പോൾ ഇതിൽ എത്ര ന്യൂട്രോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? 16. അടുത്ത ചോദ്യം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Mg + 2HCl give MgCl2 + H2. 24 gram magnesium completely react with 37 gram of HCl to form 95 gram of magnesium chloride and x gram H2. Find the value of x. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ആറിനെയാണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ടു വിച്ച് ലോ ഇറ്റ് ഈസ് റിലേറ്റഡ്. അപ്പോൾ ഇത് ഏത് ലോയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ. Following elements are in the same period of periodic table LSIPS. Which among them belongs to carbon family. അപ്പോൾ കാർബൺ ഫാമിലിയിൽ ബിലോങ് ചെയ്തിട്ടുള്ളത് ഏതാണ്? Si14 അതാണ്. ഇനി നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ഇനേർട്ട് ഗ്യാസ് ഇൻ ദിസ് പീരീഡ്. അപ്പോൾ ഇനേർട്ട് ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫോളോയിങ് ദ ഇക്വേഷൻ ഷോ the ionization of H2SO4. അപ്പോൾ H2SO4ൻ്റെ അയണൈസേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. H2SO4 gives H++ Xഉം അതുപോലെ തന്നെ X gives H++ Yയും. ഫൈൻഡ് X ആൻഡ് Y. അപ്പോൾ ഇവിടെ Xും Yയും എന്താണ്? X എന്ന് പറയുന്നത്
എക്സ് എന്ന് പറയുന്നത് HSO4 മൈനസും വൈ എന്ന് പറഞ്ഞാൽ SO4 2 മൈനസുമാണ്. ഓക്കെ, അടുത്തത് ആൻസർ എനി 4 questions from 11 to 15 ഈച്ച് ക്യാരി 3 scores. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. ദെൻ 11ാമത്തെ ചോദ്യം, സോഡിയം ഓക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം കോസ്റ്റിക് സോഡ. റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് കോസ്റ്റിക് സോഡ. അപ്പോൾ കോസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഒബ്സർവ്ഡ് വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇസ് ഡിപ്ഡ് ഇൻ കോസ്റ്റിക് സോഡ, ഗീവ് റീസൺ. അപ്പോൾ ഏത് കളറായിരിക്കും? റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ. അപ്പോൾ റെഡ് ബ്ലൂ ആയിരിക്കും. അവിടുത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ ആൽക്കലി നേച്ചറാണ്. ഈ നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം, അയണൈസേഷൻ എനർജി ഓഫ് സം എലമെൻറ്റ്സ് ഓഫ് സെയിം period of the periodic table are given below. One of them is a noble gas. അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. ABCD. അപ്പോൾ നാല് വാല്യൂസ് തന്നിട്ടുണ്ട്. വിച്ച് among them is a noble gas? അപ്പോൾ ഇതിൽ ഏതാണ് നോബിൾ ഗ്യാസ് എന്നതാണ് ചോദ്യം. ഏതാണ്? ബി ആണ് നോബിൾ ഗ്യാസ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. അപ്പോൾ ഇതിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതായിരിക്കും? അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് എ ആയിരിക്കും. 525 kJ per mole അതായിരിക്കും. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് among ദിസ് ഈസ് ദ ഹയസ്റ്റ് അറ്റോമിക് സൈസ്. ഹയസ്റ്റ് അറ്റോമിക് സൈസ് ഏതിനായിരിക്കും? അതും എക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? Fe+2HCl gives FeCl2 plus H2 ആണ്. ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2. അപ്പോൾ FeCl2ൽ Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അപ്പോൾ എത്രയായിരിക്കും? +2 ആണ്. +2. ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യൂ. അപ്പോൾ എന്താണ്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. യെസ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം, MgF2 ഈസ് എൻ അയണിക് കോമ്പൗണ്ട് വിച്ച് ഈസ് ദ കാറ്റയോൺ പ്രസൻറ്റ് ഇൻ MgF2. അപ്പോൾ MgF2ൽ പ്രസൻറ്റ് ആയിട്ടുള്ള കാറ്റയോൺ ഏതാണ്? Mg2+. ഈ നെക്സ്റ്റ്, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആനിയോൺ ഇൻ ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഇതിലെ കോമ്പൗണ്ടിൻ്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്. അപ്പോൾ എന്ത് വരും? 2,8. ഈ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ പ്രോപ്പർട്ടി ഓഫ് അയണിക് കോമ്പൗണ്ട്. അയണിക് കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതുക. എന്താണ്? സോളിഡ് ആണ്. ജനറലി സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം, അനലൈസ് ദ ഗിവൻ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വിച്ച് ടൈപ്പ് ഓഫ് ദ കെമിക്കൽ ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഏത് കെമിക്കൽ ബോണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാലൻസി ഓഫ് ക്ലോറിൻ ഇൻ ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഇതിൽ ക്ലോറിൻ്റെ വാലൻസി എത്രയാണ്? വാലൻസി 1 ആണ്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് അലുമിനിയം ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ അലുമിനിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? AlCl3. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് ആണ്. അനലൈസ് ദ ഗിവൻ ഇക്വേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. Mg+Cl2 ഈസ് MgCl2 ആണ്. ഇനി നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഓക്സിഡൈസ്ഡ് ആറ്റം. അപ്പോൾ ഇതിലേതാണ് ഓക്സിഡൈസ്ഡ് ആറ്റം? മഗ്നീഷ്യം ആണ്, Mg. ദെൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ക്ലോറിൻ. ദെൻ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ദെൻ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ എന്താണെന്ന് വെച്ചാൽ Mg gives Mg2++ 2 ഇലക്ട്രോൺ. 17ാമത്തെ ചോദ്യം, ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഇസ് ഗിവൻ ബിലോ. NaOH plus HCl gives NaCl plus H2O. വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? എന്താണ്? ന്യൂട്രലൈസേഷൻ. വിച്ച് ഈസ് ദ സോൾട്ട് ഫോംഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഫോം ആവുന്ന സോൾട്ട് ഏതാണ്? NaCl. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഇൻ ദ സോൾട്ട്. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആയിരിക്കും. റൈറ്റ് എനി വൺ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വേർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് യൂസ്ഡ്. അപ്പോൾ ഏതാണ്? ദ മെഡിസിൻ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് acidity in the stomach are known as antacid. Okay, next question നോക്കാം. Question number 18. Question number 18. Some materials available in the laboratory are given below. Magnesium ribbon, marble powder, marble pieces, dilute HCl, concentrated HCl ഒക്കെ തന്നിട്ടുണ്ട്. Which material will you choose for the preparation of maximum amount of CO2 in minimum time? Justify your answer. അപ്പോൾ ഏതായിരിക്കും? Marble powder and dilute HCl.
അതെന്തുകൊണ്ടാണ്? സർഫസ് ഏരിയ ഇൻക്രീസസ്, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദീസ് റിയാക്ഷൻ. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പറഞ്ഞാൽ എന്താണ്? CaCO3 പ്ലസ് 2HCl ഗീവ്സ് CaCl2 പ്ലസ് H2O പ്ലസ് CO2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് അനദർ മെത്തേഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പോൾ എന്താ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. ഓക്കെ, ഇനി അടുത്തതൊരു ടേബിളാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ മാച്ച് ചെയ്താൽ എന്ത് വരും? ലെവോയ്സർ, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ വരും. ദെൻ കുഡ് നോട്ട് ഇൻക്ലൂഡ് മെറ്റലോയിഡ്സ്. ദെൻ ഡൊബേർണിയർ, ട്രേഡ്സും ഗ്രൂപ്പ് ഓഫ് 3 എലമെൻസും. മെൻഡലീവ് എന്താ വരിക? മെൻഡലീവ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസും അതുപോലെ തന്നെ പ്രഡിക്ഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിസ്കവേർഡ് എലമെൻസും. ഇനി ലാസ്റ്റ് വൺ മോസ്റ്റ്ലി എന്ത് വരും? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറും ദെൻ 80 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡും. For last question number 20. There are 5 electrons in the M shell of an atom. ഒരു ആറ്റത്തിൽ 5 ഷെൽസ് ഉണ്ട്. To which group does this element belongs? അപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്യുക? 15ാമത്തെ ഗ്രൂപ്പിൽ. To which period is this element included? ഏത് പീരീഡിലാണ്? 3ാമത്തെ പീരീഡിൽ. Then see question. How many elements are present in period in which the elements belongs? ഏതാണ്? 8. Then write the electronic configuration of the element just above in the same group. 2,5 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.